ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജയിലഴിക്കുള്ളിൽ കഴിയുന്ന CPM നേതാക്കന്മാരുടെയും സഹയാത്രികരുടെയും പേര് നമുക്കറിയാം. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാറും വാസുവും അടക്കം നിരവധിയായ ആളുകളാണ് ജയിലിൽ കഴിയുന്നത്. CPMന്റെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനാ നേതാവായ മുരാരി ബാബുവിന് മാത്രമാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം നിഷേധിക്കുന്ന സാഹചര്യമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മാത്രം ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CPM രാഷ്ട്രീയത്തിലെ അധികായകന്മാരായ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും CPMന്റെ സംസ്ഥാന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പമുള്ള ചിത്രം കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരിക്കൽ മാത്രമാണ് താൻ പോയതെന്നും അത് ഗൺമാനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയതാണെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് റാങ്ക് ലഭിച്ചപ്പോൾ പേന സമ്മാനമായി നൽകുന്നതടക്കമുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല സന്ദർശന വേളയിൽ മാത്രമാണ് പ്രതിയെ കണ്ടിട്ടുള്ളതെന്ന കടകംപള്ളിയുടെ വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനിയും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരുവിധ ബന്ധമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വികാരാതീതനായി തന്നെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുത് എന്നടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിനകത്ത് VIP-കൾ ഉണ്ടെന്നും VIP-കൾ മാത്രമല്ല VVIP-കളും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനകത്ത് ഉണ്ടെന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് പരീക്ഷയിൽ റാങ്ക് ലഭിച്ചപ്പോൾ പേന സമ്മാനമായി നൽകാനുള്ള എന്ത് ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്നത്. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് പറഞ്ഞത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരമാധികാരി കൂടിയായ PS പ്രശാന്ത് പറഞ്ഞത്, ഇത് അന്വേഷിക്കേണ്ട സാഹചര്യമില്ല, ചില്ലറ സ്വർണങ്ങളാണ് നഷ്ടപ്പെട്ടത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു PS പ്രശാന്തിന്റെ പ്രതികരണം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തീരുമാനമെടുത്തപ്പോൾ ആ കേസിനകത്ത് CPMന്റെ മുൻനിര നേതാക്കന്മാർക്ക് അറസ്റ്റിലായി ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം കേരളം കണ്ടതാണ്. പിന്നെ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും അടക്കം നിരന്തരം SIT ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ബന്ധുക്കളുടെയും കൂടെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ നിർണായക നീക്കവുമായി SITക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ആ മുന്നോട്ട് പോകുമ്പോൾ കടകംപള്ളി ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കടകംപള്ളി എന്തു പറയുമെന്നാണ് കണ്ടറിയാനുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് റാങ്ക് ലഭിച്ചപ്പോൾ സമ്മാനവുമായി എത്തിയ കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.